Assalamualaikum guys, IR technics ഓൺലൈൻ സ്റ്റോറിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ്. HW22 Pro എന്ന ഒരു ന്യൂ മോഡൽ സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വാച്ചിൻ്റെ ബോക്സിൽ വരുന്നത്. ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും HW22 Pro എന്ന് അവർ എഴുതിയതായിട്ട് നമുക്ക് ബോക്സിൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വാച്ച് ഫേസ് ഒരു 5 വാച്ച് ഫേസും കാര്യങ്ങളും ഇതിൽ അവർ ഈ ഒരു ബോക്സിൽ തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഓപ്ഷനിൽ യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു മോഡലും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വാച്ചിൻ്റെ ബോക്സിൽ വരുന്നത്. ഈ വാച്ചിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്ക് നോക്കാം എന്തൊക്കെ വരുന്നത്. വയർലെസ് ചാർജർ എന്ന് അവർ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. വയർലെസ് ചാർജറാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. അതുപോലെ തന്നെ സൈഡ് ഭാഗത്ത് സീരീസ് 6 സ്പേസ് അലൂമിനിയം കേസ് 44mm എന്നൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അഥവാ 44mm വരുന്ന സ്മാർട്ട് വാച്ചാണ് HW22 Pro. ബാക്ക് ഭാഗത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ വാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കാം. എങ്ങനെയാണ് നമുക്ക് നോക്കാം. നല്ല അടിപൊളി സ്മാർട്ട് വാച്ചാണ്. HW സീരീസാണ്. പൊതുവെ HW സീരീസ് വളരെ ബെറ്റർ ബാറ്ററി ബാക്കപ്പ്, ഡിസ്പ്ലേ എല്ലാം കൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡലാണ്. നമുക്ക് ബോക്സ് ഓപ്പൺ ആക്കി നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. സ്മാർട്ട് വാച്ച് എന്ന് എഴുതിയതും അതുപോലെ തന്നെ ഡിവൈസും സ്ട്രാപ്പും സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു മോഡലിൽ വരുന്നത്, ബോക്സിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ തന്നെ അവർ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഫോട്ടോസായി തന്നെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് പരിചയപ്പെടാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിലിക്കണ്ട സ്ട്രാപ്പാണ് വാച്ചിൻ്റെ കൂടെ ബോക്സിൽ വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു മോഡൽ സ്ട്രാപ്പ് തന്നെയാണ്. സാധാരണ എല്ലാ വാച്ചിൽ വരുന്ന പോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പാണ്. ദെൻ ഡിവൈസാണ് വരുന്നത്. ഡിവൈസൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നത്. അതുപോലെ തന്നെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ അവർ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് വയർലെസ് ചാർജർ നോക്കാം. അതുപോലെ തന്നെ യൂസിങ് മാനുവൽ വാച്ച് ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള Rdfit എന്ന ആപ്ലിക്കേഷനാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു യൂസിങ് മാനുവലിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വാച്ചിനെ കുറിച്ച് എങ്ങനെ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതിൽ ചൈന ഭാഷയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ വയർലെസ് ചാർജറാണ്. സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വയർലെസ് ചാർജർ വരുന്നത്. ഒരുപാട് മോഡലിൽ ഇപ്പോൾ വരുന്ന ഒരു മോഡലും കൂടിയാണ് വയർലെസ് ചാർജർ. നല്ലൊരു മോഡലാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. യൂസിങ് മാനുവൽ, സ്ട്രാപ്പ്, ഡിവൈസ്, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ്. ഇത് നമുക്ക് വാച്ച് ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടൈം ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഞാൻ റിമൂവ് ചെയ്യുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നല്ല അടിപൊളി ഡിസൈനാണ് ഈ ഒരു വാച്ച് വരുന്നത്. പക്ക ആപ്പിൾ സീരീസ് 6 വാച്ചിൻ്റെ സെയിം ഡിസൈനാണ്. എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ചെറിയൊരു ഇതുണ്ടെങ്കിൽ അത് അതിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ ഒരു സ്ക്രീൻ ഗാർഡ് ഈ HW22 Proയിൽ വരുന്നുണ്ട്. ആ സ്ക്രീൻ ഗാർഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക എഡ്ജാണ് ഈ ഒരു വാച്ച് വരുന്നത്. അപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ പക്ക അടിപൊളി ഡിസൈനാണ് ഈ ഒരു മോഡൽ വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. 2 ബട്ടനാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. സൈഡിൽ സ്ക്രോളിംഗ് ഓപ്ഷനുള്ള ഒരു പവർ ബട്ടണും അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു പവർ ബട്ടൺ, അഥവാ ആപ്പിൾ വാച്ചിലേക്ക് വരുന്നത് പോലത്തെ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. തന്നെ അതിൻ്റെ രണ്ടിനും ഇടയിലായിട്ട് ഗ്യാപ്പിൽ നമുക്ക് ഒരു മൈക്കിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. മൈക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറുഭാഗത്ത് വാച്ചിൻ്റെ സ്പീക്കറാണ് വരുന്നത്. ബോക്സ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് ഭാഗത്ത് സെൻസറും കാര്യങ്ങളാണ്. ഹാർട്ട് റേറ്റ്, BP, അതേ ബ്ലഡ് പ്രഷർ എല്ലാം കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഈ വാച്ചിൻ്റെ ഒരു ഡിവൈസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുന്ന സമയത്ത് ഹലോ എന്ന് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ആ പവർ ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പവർ ഓണാക്കാൻ സാധിക്കും. അപ്പോൾ ഗൈസ് നല്ല അടിപൊളി പക്ക ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളെ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ നമുക്ക് ഇതിലെ വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. 30-ലേറെ വാച്ച് ഫേസ് ഈ ഒരു വാച്ചിൽ തന്നെ അവൈലബിൾ ആണ്. ഞാൻ എല്ലാ വാച്ച് ഫേസും ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം.
ഇത്രയും വാച്ച് ഫേസ് നമുക്ക് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കസ്റ്റം വാച്ച് ഫേസ് ഒക്കെ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ വരുന്ന ടച്ച് തന്നെയാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. നമുക്ക് വാച്ചിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടൈം നമുക്ക് വാച്ച് മുകളിൽ നിന്ന് ജസ്റ്റ് അടിയിക്കൊന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഓപ്ഷൻ ഒന്ന് കാണാം. നമുക്ക് വാച്ചിൻ്റെ ചാർജ് എത്രയിലാണ് വരുന്നത് നമുക്ക് മുകളിൽ കാണാൻ പറ്റും. 100% ചാർജാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. അപ്പോൾ തന്നെ റൈസ് ടു വേസ്റ്റാണ് ചോദിക്കുന്നത്. റിസ്റ്റ് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണാവുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പക്ക ഫാസ്റ്റ് തന്നെയാണ് റിസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫാക്കണമെങ്കിൽ ഓഫാക്കാം. നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഏതാ വേണ്ടതെന്നുള്ളത്. ദെൻ അതുപോലെ തന്നെ മെനു സ്റ്റൈൽ കാണിക്കുന്നുണ്ട്. നമുക്ക് 5 മെനു സ്റ്റൈൽ നമുക്ക് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. ഇത്രയും മെനു സ്റ്റൈൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ടോർച്ചിൻ്റെ ഓപ്ഷൻ. ടോർച്ച് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വൈറ്റ് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റും. മറ്റൊന്നാണ് ഈ ഒരു ഹോട്ട്സ്പോട്ടിൻ്റെ ചിഹ്നം, അഥവാ നമുക്ക് ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു തീം, ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ആക്കി വെക്കണം. എങ്കിൽ നമുക്ക് വാച്ച് ആപ്ലിക്കേഷനുമായിട്ട് Rdfit എന്ന ആപ്ലിക്കേഷനുമായി കണക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ മറ്റൊന്നാണ് പവർ സേവ് മോഡ്. നമുക്ക് വാച്ചിൻ്റെ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ദെൻ നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആണ്. വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നോട്ടിഫിക്കേഷൻസ് നമുക്ക് അതിലറിയാൻ പറ്റും. ഇനി നമുക്ക് വാച്ചിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ടൈം നമുക്ക് ലാംഗ്വേജിൻ്റെ ഒരു ഫീച്ചറുണ്ട്. അത് നമുക്ക് ലാംഗ്വേജ് ഏത് ഭാഷയാണ് നമുക്ക് വേണ്ടതെന്ന് ഒരുപാട് ലാംഗ്വേജ് നമുക്ക് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ലാംഗ്വേജുകളൊക്കെ ഇംഗ്ലീഷ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ തന്നെ ഒരുപാട് അറബിക്ക് അങ്ങനെ മുതൽച്ച് പേർഷ്യ അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. മറ്റൊന്ന് പരിചയപ്പെടാം. QR കോഡ് സ്കാനറാണ്. അഥവാ Rdfit എന്ന ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യാനുള്ള QR കോഡ്. അഥവാ റൈസ് ടു വേക്കപ്പ് ആണ് വരുന്നത്. ജസ്റ്റ് ഓണാക്കി കാണിക്കാം. പക്ക ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിസ്റ്റ് തിരിച്ച് കഴിഞ്ഞാലൊക്കെ പക്ക ഫാസ്റ്റായിട്ട് നമുക്ക് സ്ക്രീൻ ഓപ്പൺ ആവുന്നത് കാണാൻ പറ്റും. ഫാസ്റ്റായിട്ട് വരുന്ന ഒരു റിസ്റ്റാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. അതുപോലെ തന്നെ റെക്കോർഡിംഗ് ആണ്. ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിൽ വാച്ചിൽ വെച്ച് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം. ഇതിന് പുതിയ ഒരു ഓപ്ഷനാണ് iOS ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാനുള്ള ഒരു തീം വരുന്നുണ്ട്. ദെൻ മെനു സ്റ്റൈൽ ഒന്ന് കാണിക്കാം. 5 മെനു സ്റ്റൈലാണ് വരുന്നത്. ഫസ്റ്റ് ടൈം ഒരു മെനു സ്റ്റൈൽ കാണിക്കാം. ഇതാണ് 6 ആപ്ലിക്കേഷന് വരുന്ന ഒരു മെനു സ്റ്റൈലാണ്. നല്ല അടിപൊളി മെനു സ്റ്റൈലാണ്. അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നീക്കാൻ പറ്റും. ഇത്രയും മെനു സ്റ്റൈൽ നമുക്ക് കാണാം. മറ്റൊന്നാണ് കാണിക്കുന്നത്, അഥവാ 9 ആപ്ലിക്കേഷനായിട്ട് വരുന്ന മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെനു സ്റ്റൈലാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്മാർട്ട് സ്റ്റൈൽ പക്ക സ്മൂത്തിൽ വരുന്ന ഒരു സ്മാർട്ട് സ്റ്റൈൽ തന്നെയാണ് HW22 Pro എന്ന ഈ ഒരു മോഡലിൽ വരുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. നല്ല സ്മൂത്തുള്ള ഒരു മെനു സ്റ്റൈലാണ്, സ്മാർട്ട് സ്റ്റൈലാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റുന്ന സൂം ഇന്നും സൂം ഔട്ടൊക്കെ ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 9 ആപ്പ് സ്റ്റൈലാണ്. 9 ആപ്ലിക്കേഷനായിട്ട് വരുന്ന ഒരു സാധാരണ എല്ലാ വാച്ചിലും വരുന്ന പോലത്തെ ഒരു 9 ആപ്പ് സ്റ്റൈൽ മോഡൽ ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡിഫറെൻ്റ് ആയിട്ട് ഇതുവരെ ഒരു വാച്ചിലും വരാത്ത ഒരു മോഡലാണ് ഈ കാണിക്കുന്നത്. ഇതുവരെ ഒരു വാച്ചിലും വരാത്ത നല്ല അടിപൊളി ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഐക്കോണും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു തീമിൽ ഈ ഒരു മെനു സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് മറ്റു ഓപ്ഷൻസ് പരിചയപ്പെടാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. QR കോഡ്, QQ, ആപ്ലി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിമിങ്ങിൻ്റെ ഓപ്ഷനാണ്. 2 ഗെയിം ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. നിഞ്ച ക്ലൈംബ് എന്ന ഒരു ഗെയിം ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് കാണിക്കാം. ഇതുപോലെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ് ഈ HW22 Proയിൽ വരുന്നത്. അതുപോലെ മറ്റൊന്നാണ് ടോപ്പ് ഗൺ എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം. ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് നല്ല സ്മൂത്ത് ഉള്ളതുകൊണ്ട് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രിങ്ക് റിമൈൻഡാണ്. ഡ്രിങ്ക് റിമൈൻഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക്
ഓരോ മണിക്കൂർ ഹവറിൽ നമുക്ക് റിമൈൻഡ് കിട്ടും. നോട്ടിഫിക്കേഷൻസ് ആണ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ വരുന്ന മറ്റുള്ള SMS കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ കോളിൻ്റെ ഓപ്ഷനാണ്. ഡയൽ പാഡാണ്. കോണ്ടാക്റ്റ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് കോണ്ടാക്റ്റ് നമുക്ക് ഈ വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാച്ചിൽ നിന്ന് തന്നെ നേരെ കോണ്ടാക്റ്റിൽ ചെന്ന് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും വീട്ടിൽ നമുക്ക്. അതുപോലെ തന്നെ ഡാറ്റയാണ്. ടോട്ടൽ ഡാറ്റ നമുക്ക് ഹിസ്റ്ററിയിലൊക്കെ കാണാൻ പറ്റും. ഈ ഒരു വീക്കിൽ നമുക്ക് എത്ര സ്റ്റെപ്പ് നടന്നു, അത് ഡേറ്റ്, മന്ത്, അതുപോലെ തന്നെ ഇയറും കാര്യങ്ങളെല്ലാം കാണിക്കുന്ന രീതിയിൽ നമുക്ക് ഡാറ്റ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനാണ്. ഹാർട്ട് റേറ്റ് ആണ്. ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൻസർ കത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. സെൻസറിൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. സാധാരണ എല്ലാ വാച്ചിലും വരുന്ന പോലെ തന്നെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ, ECG, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് സാധാരണ എല്ലാ വാച്ചിലും വരുന്ന ആ ഒരു എല്ലാം ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മോണിറ്ററും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഡിസൈനിലാണ് വരുന്നത്. ഇത് നമുക്ക് സ്ലീപ്പാണ്. അതുപോലെ തന്നെ വെതർ, എത്രയാണ് വെതർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സ്പോർട്സ് കോർട്ടാണ്. സ്പോർട്സ് കോർട്ടിൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഒരുപാട് സെറ്റിങ്സ് ഇതിൽ വരുന്നുണ്ട്. ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ECG, ബ്ലഡ് പ്രഷർ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊന്നാണ് മ്യൂസിക്. ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ കലണ്ടർ കാണാൻ പറ്റും. അലാറം വരുന്നുണ്ട്. അലാറം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അലാറം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശബ്ദമുള്ള ഒരു ഡിസ്പ്ലേ, ഒരു ശബ്ദമുള്ള ബോക്സാണ് ഈ ഒരു വാച്ചിൽ. അതുകൊണ്ട് അലാറം തന്നെ നമുക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്പോട്ട് വാച്ചാണ്. ഫൈൻഡ് ഡിവൈസ് വരുന്നുണ്ട്. ഫൈൻഡ് ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസ് എവിടെ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ബ്ലഡിൻ്റെ ഓക്സിജൻ്റെ അളവ് നമുക്ക് ചെക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. അതുപോലെ തന്നെ സെറ്റിങ്സ്, നമുക്ക് സെറ്റിങ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെറ്റിങ്സിൽ തന്നെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ടൈം നമുക്ക് BT സെറ്റിങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ QR കോഡ് സ്കാനർ വരുന്നുണ്ട്. QR കോഡ് സ്കാൻ ചെയ്യാം. അതുപോലെ തന്നെ മൈ QR കോഡ് മറ്റൊന്നാണ്. ക്ലോക്കാണ്. ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ടൈപ്പ് സൈനിൽ നമുക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊന്നാണിത്, യൂണിറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്വേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് നമുക്ക് ഡിവൈസ് ലോക്കാക്കി യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൗണ്ടാണ്. സൗണ്ടിൻ്റെ ഓപ്ഷനാണ്. സൗണ്ടൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ശബ്ദമാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. വാച്ചിൽ വരുന്ന റിംഗ് ടോണൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനുണ്ട്. നല്ലൊരു ക്വാളിറ്റിയുള്ള ശബ്ദമാണ് വരുന്നത്. ഈ ഒരു വാച്ചിൽ വരുന്ന ശബ്ദം നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ബോക്സൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോക്സ് തന്നെയാണ് വാച്ചിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വൈബ്രേഷൻ ഓൺലി, അതുപോലെ തന്നെ റിംഗ് ടോൺ വിത്ത് വൈബ്രേഷൻ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വോളിയം ഒന്ന് പരിചയപ്പെടാം. വോളിയം നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും, എത്ര വേണ്ടതെന്നുള്ളത്. ഞാൻ ഫുള്ള് കുറച്ച് വെച്ചിരിക്കുന്നു. നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഡിസ്പ്ലേയിൽ നമുക്ക് ഫസ്റ്റ് ടൈം മെനു സ്റ്റൈൽ കാണിക്കും. നമ്മൾ കാണിച്ച 4-5 മെനു സ്റ്റൈൽ. പിന്നെ ബ്രൈറ്റ്നസ് ആണ്. ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടി ഉപയോഗിക്കാം. ഇത്രയും ബ്രൈറ്റ്നസ് നമുക്ക് ഫുള്ളാക്കി കഴിഞ്ഞാൽ നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ഉണ്ട്. ബ്രൈറ്റ്നസ് ഒക്കെ പക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. then നമുക്ക് സ്ക്രീൻ സേവർ ടൈമാണ്. നമുക്ക് 30-60 സെക്കൻഡ് വരെ നമുക്ക് സെറ്റ് ചെയ്യാം. അഥവാ 1 മിനിറ്റ് വരെ നമുക്ക് സ്ക്രീൻ ഫുൾ ടൈം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. then നമുക്ക് റീസെറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ എബൌട്ടാണ്. വാച്ചിൻ്റെ എബൌട്ടിൽ ഡിവൈസ് നെയിമൊക്കെ കാണിക്കുന്നുണ്ട്. HW22 Pro എന്നവർ ഈ ഒരു വേർഷനിൽ അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 2021 AM31 ആ ഒരു ഇതിലാണ് ഈ ഒരു
വാച്ച് നിർമ്മിച്ചത്. അതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെറ്റിങ്സിലൊക്കെ വരുന്നത്. നല്ലൊരു അടിപൊളി സ്മാർട്ട് വാച്ചാണ് ഈ HW22 Pro. ഞാനിതിൽ ഒരു വാച്ചിൻ്റെ ഫുൾ റിവ്യൂ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു മോഡലിൽ തന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോക്കടിയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വാട്സപ്പിന് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ IR ഓൺലൈൻ സ്റ്റോറാണ്. ആ ഒരു സ്റ്റോർ വെച്ച് ഓൺലൈൻ വഴി നമുക്ക് പേ ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അതിനായിട്ട് ആ വീഡിയോക്കടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വാട്സപ്പ് ലിങ്കാണ്. അതിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമുക്ക് സിമ്പിൾ പ്രൈസിലാണ് നമ്മളെല്ലാ സ്മാർട്ട് വാച്ചും സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരും. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമുക്ക് വാച്ചിലേക്കൊന്ന് സ്ട്രാപ്പ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആപ്പിളിലൊക്കെ വരുന്ന പോലെ തന്നെയാണ് ഫില്ല് ചെയ്ത് സെറ്റാക്കുന്ന ഒരു സ്ട്രാപ്പാണ് വരുന്നത്. സ്ട്രാപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല പക്ക അടിപൊളി ഡിസൈനും കാര്യങ്ങളായതുകൊണ്ട് തന്നെ സെയിം ആപ്പിൾ വാച്ചാണെന്ന് തോന്നിക്കുന്ന ഒരു നിർമ്മാണമാണ് ഈ ഒരു HW22 Proയിൽ വരുന്നത്. അതുപോലെ തന്നെ സ്ട്രാപ്പ് സിലിക്കണിൻ്റെ സ്ട്രാപ്പാണ് വാച്ചിൻ്റെ കൂടെ വരുന്നത്. നല്ല അടിപൊളി സ്ട്രാപ്പ് തന്നെയാണ് ബോക്സിൽ വരുന്ന സ്ട്രാപ്പ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നത് മാഗ്നറ്റിക് വയർലെസ് ചാർജർ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് അതിലേക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചാർജ് കയറുന്ന ഒരു മോഡലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ സിമ്പിൾ തന്നെയാണ്. മാഗ്നറ്റിക് ഉണ്ടെങ്കിലും 2 പിൻ സാധാരണ വല്ലുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു അപ്ഡേഷനാണ് ഈ വയർലെസ് ചാർജർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേബിൾ തന്നെയാണ് വാച്ചിൻ്റെ കൂടെ വരുന്നത്. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പക്ക തന്നെയാണ്. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ഓപ്ഷനിൽ യൂസ് ചെയ്യാം. 5 മെനു ഡിഫറൻ്റ് ആയിട്ടുള്ള മെനു സ്റ്റൈൽ ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വളരെ സ്മൂത്താണ്, ഫാസ്റ്റ് വാച്ച് തന്നെയാണ്. അപ്പോൾ ഗൈസ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആ വാട്സപ്പ് ലിങ്ക് വഴി വന്നു കഴിഞ്ഞാൽ നമ്മൾ റീപ്ലൈ തരുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിലാണ് നമ്മളെല്ലാ മോഡൽസും നമ്മളടുത്ത് അവൈലബിൾ ആണ്. സ്മാർട്ട് വാച്ചിലെ സെയിം ആപ്പിൾ വാച്ചിൻ്റെ എല്ലാ കോപ്പി ഐറ്റംസും അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ ഉണ്ട്. അത് ഒരു പുതിയ മോഡൽസും അതുപോലെ തന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പുതിയ സ്മാർട്ട് വാച്ചും കാര്യങ്ങളും അപ്ഡേഷൻ നമ്മളെ ചാനലിൽ വരുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.